ഈ ദിവസം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. വെറുതെ പഠിക്കുകയല്ല, അത് നമുക്കറിയാം. ദൈവവചനം വെറുതെ അങ്ങ് പഠിച്ചു പോകുകയല്ല, ഒരു ഇൻ്റലക്ച്വലായിട്ടല്ല, അത് നമുക്ക് രൂപാന്തരം വരുത്തണം. ഇൻഫർമേഷൻ എപ്പോഴും നമുക്ക് കിട്ടും, പക്ഷേ ഇൻഫർമേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകണം. അങ്ങനെ ഇൻഫർമേഷൻ നമ്മളെ ട്രാൻസ്ഫർമേഷനിലേക്ക് നയിക്കണം. അതാണ് ശരിക്കും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് നമ്മിൽ സംഭവിക്കേണ്ടതായ കാര്യം. ഇൻഫർമേഷൻ ട്രാൻസ്ഫർമേഷനിലേക്ക് നയിക്കുന്നു. ആ ട്രാൻസ്ഫർമേഷനാണ് വാസ്തവത്തിൽ നമ്മളെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്നത്. ഈ 2 ദിവസങ്ങളിലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവും അതിനുവേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്ന വിഷയമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവും അതിനുവേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്ന വിഷയമാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്, എന്നാൽ കർത്താവ് വരും, അത് കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കും. എന്നാൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ആ ഒരുക്കത്തെക്കുറിച്ചാണ് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഏതൊക്കെ നിലകളിൽ നമ്മളെ സ്വാധീനിക്കണം, ഈ വക വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വേദപുസ്തകത്തിലുടനീളം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലുടനീളം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ പല വേദഭാഗങ്ങളും ഞാനിവിടെ വായിച്ച് പോകുന്നുണ്ട്. അതുതന്നെ ആ ദൈവവചന വായന തന്നെ തീർച്ചയായും നമുക്ക് രൂപാന്തരം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ അത് നമ്മൾ വായിച്ചാൽ, ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ രൂപാന്തരീകരണം കർത്താവ് തരും എന്നതിന് സംശയമില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിച്ച് തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, അതിൻ്റെ 44-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഒന്ന്, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു, കർത്താവിൻ്റെ വരവ്. 2, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? കർത്താവ് വരുന്നതിനിപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് വരും, കാര്യം അവൻ വാഗ്ദത്തം ചെയ്തതാണ്. പക്ഷേ അവിടുത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പോൾ കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും, ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. കർത്താവിൻ്റെ വരവും നമ്മുടെ ഒരുക്കവും, ദൈവജനത്തിൻ്റെ ഒരുക്കവും. ഇത് പറയുമ്പോൾ ആ കർത്താവിൻ്റെ വരവിനെ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രസംഗങ്ങൾ, പാട്ടുകൾ, എല്ലാം, പ്രാർത്ഥന എല്ലാം കർത്താവിൻ്റെ വരവിനെ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇപ്പോൾ നമ്മൾ അത്രത്തോളം കർത്താവിൻ്റെ വരവിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് കാലത്ത്, പുരാതന കാലത്ത് 2 വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ, നമ്മളിന്ന് 2 പേര് തമ്മിൽ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞ് പിരിയുമ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ പിരിയുന്നത്? കാണാം, വീണ്ടും കാണാം, ബായി പറഞ്ഞ് നമ്മൾ പിരിയുകയാണ്. പക്ഷേ പുരാതന കാലത്ത് 2 വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ അവർ അവസാനം പറഞ്ഞ് പിരിയുന്ന ഒരു വാക്കുണ്ട്, ഒരു വാചകം, മാറാനാഥ. നമ്മുടെ കർത്താവ് വരുന്നു. അവർ സംസാരിക്കുമ്പോഴും പലപ്പോഴും അവരുടെ സംസാരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തിയാണ്. ഒടുവിൽ പറഞ്ഞു പിരിയുമ്പോൾ, അതെ, നമ്മുടെ കർത്താവ് വരുന്നു, ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, നമ്മുടെ കർത്താവ് വരുന്നു, മാറാനാഥ. അങ്ങനെ പറഞ്ഞായിരുന്നു നമ്മൾ പലപ്പോഴും എപ്പോഴും
അതായത് പഴയ വിശ്വാസികളുടെ, പുരാതന കാലത്തെ വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ കർത്താവ് വരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും കർത്താവിൻ്റെ വരവിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടാണോ നമ്മൾ പറയുന്നത്? നമ്മൾ സഭായോഗം കഴിയുമ്പം ആശീർവാദം പറയുന്നു. ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പം നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്, ആമേൻ കർത്താവായ യേശുവേ വരണമേ, വേഗം വരണമേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വേദോസം കയ്യിലെടുത്ത് പൊക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്, എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് ചാടണം എന്നുള്ള. പുറത്ത് ചാടിയാൽ പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊന്ന് ഈ സഭായോഗം ഒന്ന് തീർന്ന് കിട്ടുന്ന ആവേശം. അപ്പോൾ അതിൻ്റെ അവസാനം ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അത് നമ്മുടെ മനസ്സിൽ കയറുന്നുണ്ടോ? അഥവാ നമ്മൾ ശരിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതൊരു പ്രാർത്ഥനയാണല്ലോ. ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അതിനുള്ള അഭിവാഞ്ച നമുക്കുണ്ടോ? പ്രാർത്ഥന നമുക്കുണ്ടോ? അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന്. ഇത്രയും ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞോ, കർത്താവേ നീ ഇന്ന് വരുമോ? കർത്താവേ നിൻ്റെ വരവല്ലാതെ എനിക്ക് പ്രത്യാശയൊന്നുമില്ല, കർത്താവേ നീ വേഗം വരണമെന്ന് പ്രാർത്ഥിച്ചാണോ നമ്മൾ വന്നത്? പലപ്പോഴും അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചൊന്നുമല്ല നമ്മൾ വരുന്നത്. പിന്നെ നമ്മളിത് പറഞ്ഞ് പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ചൊല്ലായി വന്നിരിക്കുകയാണ്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. ഒരുക്കമില്ലാതെ പ്രാർത്ഥിക്കുന്നു. ഒരു സുവിശേഷ പ്രസംഗകൻ്റെ ഒരു കഥയാണ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ആളുകൾ ഈ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്നാണോ അല്ലയോ എന്നൊന്നറിയാനായിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ കർത്താവ് വന്നാൽ പോകുമെന്നുറപ്പുള്ള എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പം ഞാനിവിടെ പറഞ്ഞാലും നമ്മളെല്ലാവരും ഹല്ലേലൂയ പറയും. ഈ ഉപദേശി ഇത് പറയുകയും ആളുകളെല്ലാം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കരങ്ങളെ ഉയർത്തി ഇപ്പോഴങ്ങ് പോകുമെന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പോൾ ഈ ഉപദേശി പറയുകയാണ്, കർത്താവേ നീ നോക്ക്, നിന്റെ ജനം എത്ര ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സിയോനെ നിന്റെ കാഹളമൊന്ന് ഊതുക. ഈ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു, നിന്റെ കാഹളമൊന്ന് ഊതുക എന്ന് പറഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് കാഹളധ്വനി മുഴങ്ങി. അപ്പോഴാണ് എല്ലാവരും കരയാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും എല്ലാം വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കാര്യം കാഹളം ധ്വനിക്കുമെന്നൊന്നും ഓർത്തില്ല. ഉദ്ദേശിച്ച് പറഞ്ഞു, അങ്ങനെയെങ്കിൽ സിയോനെ നിൻ്റെ കാഹളം ഒന്ന് ഊതുക. പക്ഷേ ആരും ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും കരയാനൊക്കെ തുടങ്ങി. ചിലർ കരഞ്ഞൊന്നുമില്ല, ചിലർ ശ്രദ്ധിച്ചുമില്ല. സംഭവിച്ചെന്നറിയാമോ? ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നറിയാൻ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഉപദേശി 2 കാഹളം കൊടുത്തിട്ട് 2 പേരെ മാവിൻ്റെ മോളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കാഹളം ഊതണം എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ആകാശത്ത് ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങിയതൊന്നുമല്ല. അപ്പോൾ ഇതൊന്ന് അറിയണമല്ലോ, ഈ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നൊന്ന് അറിയണമല്ലോ, അതിനിരുത്തിയതാ. പക്ഷേ എന്താ സംഭവിച്ചത്? ആരും പറഞ്ഞില്ല അത് സ്വർഗത്തിലെ കാഹളമല്ല, കാഹളമാണെങ്കിൽ ഞാൻ പോയേനെയും എന്ന് ഉറപ്പോടെ പറയുന്ന ഒരു സത്യം. ഞാൻ സംസാരിച്ച ഒരു ദൈവദാസൻ, ഞാനങ്ങ് പറയുക, അദ്ദേഹം പറഞ്ഞു, കർത്താവ് വരുമ്പോൾ എറണാകുളം പട്ടണത്തിൽ നിന്ന് ഒരാളെ മാത്രമേ കൊണ്ടുപോയുള്ളെങ്കിൽ അത് എന്നെ ആയിരിക്കും എന്ന് ഉറപ്പോടെ പറഞ്ഞൊരു വ്യക്തിയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അങ്ങനെയുള്ള ഉറപ്പ് നമുക്ക് വേണം.
അഹങ്കാരം പറയുന്നതല്ലത്, അത് ഉറപ്പാണ്. അഹങ്കാരം വേറെ, കോൺഫിഡൻസ് വേറെ. കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ പോകും എന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരുക്കം അനിവാര്യമാണ്. അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞു പഴകിയതായ ചില വാക്കുകൾ എടുത്ത് നമ്മൾ പറയുകയല്ല ആവശ്യമായിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. ഈ ഒരുക്കത്തിൻ്റെ കാര്യം പറയുമ്പോഴും എപ്പോഴാണെന്ന് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് അന്നേരം പെട്ടെന്ന് അങ്ങ് ഒരുങ്ങായിരുന്നു. എപ്പോഴാണെന്ന് അറിയാമായിരുന്നെങ്കിൽ അന്നേരം പെട്ടെന്ന് ഒരുങ്ങാമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് മത്തായി സുവിശേഷം 44 അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അവിടുന്ന് എന്നാണ് വരുന്നതെന്ന് അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. നനയ്ക്കാത്ത നാഴികയിൽ കർത്താവ് വന്നാൽ, അല്ലെങ്കിൽ വരുമെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലെങ്കിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇല്ലേ? എപ്പോഴും, എപ്പോൾ വന്ന് കയറിയാലും. അല്ലാതെ നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കെല്ലാം ആ സമയം നോക്കി ഒരുങ്ങിയിരിക്കാമായിരുന്നു. താഴെ പറയുന്ന കാര്യം അതുതന്നെയാണ്. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ, യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. യജമാനൻ ചില പണിയൊക്കെ ഏൽപ്പിച്ചേച്ച് പോയി. യജമാനൻ്റെ വരവ് യജമാനൻ്റെ ഇഷ്ടമനുസരിച്ച് വരട്ടെ. പക്ഷെ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? നനയ്ക്കാത്ത നാഴികയിലാണ് മനുഷ്യപുത്രൻ വരുന്നത് എന്നുള്ളത് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി വേദഭാഗങ്ങളുണ്ട്, നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ പോലും കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എന്നതിനേക്കാൾ ചില പഠനം തന്നെ പല രീതിയിലാണ്. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നെങ്കിൽ തന്നെ അത് കുറവാണ്. പണ്ടുണ്ടായിരുന്നത് പോലെ നിരന്തരമായ പ്രസംഗങ്ങളൊന്നും അതിനെക്കുറിച്ച് ഇപ്പം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഒരു പ്രധാന പഠനം. ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഇന്ന കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ, ഇവിടെ നടക്കുമ്പോൾ കർത്താവ് വരും. അപ്പോൾ പിന്നെ നമ്മുടെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൽ നിന്ന്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കോൺസെൻട്രേഷൻ ഈ പറയുന്ന സംഭവങ്ങളിലേക്ക് അങ്ങ് മാറും. അവിടെ അങ്ങനെ നടന്നല്ലേ, അവിടെ ഇങ്ങനെ നടന്നു. അപ്പം അന്തിക്രിസ്തു വരാറായി. അന്തിക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എവിടെയാണ് വരുന്നത്, ഇറ്റലിയിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ചിലർക്ക് അറിയേണ്ടത് കർത്താവ് വന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും. കർത്താവിൻ്റെ വരവ് പോലും അല്ല, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയേണ്ട ആളുകൾ. അത് നമ്മൾ ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര സുഖമുള്ള കാര്യമാണ്. കേൾക്കാൻ ഭയങ്കര സുഖമാണ്. കാര്യം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പറയും, അയ്യോ എന്തോ ഒരു അറിവാണ് അങ്ങേർക്ക്, അല്ലേ? ഓരോ യുദ്ധത്തെക്കുറിച്ചും പലസ്തീനിലെ കാര്യങ്ങളും എല്ലാം. ഈ കഴിഞ്ഞ ദിവസം യേശു കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ, വളരെ നല്ലൊരു ദൈവദാസനാണ്. അദ്ദേഹം ഒത്തിരി വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സജായ, എന്നേക്കാൾ അല്പം പ്രായം കുറവേ ഉള്ളൂ, ഞാൻ ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇന്നാരുടെ ശിഷ്യനായിട്ട് ഓരോരുത്തരുടെ കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കൊച്ചു പയ്യനായി
നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഈ പ്രസംഗമൊക്കെ ഏറ്റുപറയാനും, അന്ന് ഈ പ്രസംഗങ്ങളൊക്കെ ഏറ്റുപറയുകയൊക്കെ ചെയ്യുമല്ലോ. അന്ന് ഞാനും പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുന്നത് ആരാണ് അന്തിക്രിസ്തു. ആദ്യമൊക്കെ ഞങ്ങൾ പറഞ്ഞത് യാസർ അരാഫാത്താണെന്നാണ്. പക്ഷേ യാസർ അരാഫാത്ത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങേര് അന്തിക്രിസ്തു അല്ലെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഓരോ പുതിയ പുതിയ ആൾക്കാരെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഒടുവിൽ സദ്ദാം ഹുസൈനായി. ഒടുവിൽ സദ്ദാം ഹുസൈനും ഇല്ലാതായി കഴിഞ്ഞപ്പം ചേടാ അങ്ങനെ എന്ത് പ്രസംഗങ്ങൾ ഞങ്ങൾ അന്തിക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തരെ കുറിച്ച്, പിന്നെ അവിടെ നടക്കുന്ന യുദ്ധം, ഇവിടെ നടക്കുന്ന യുദ്ധം, ഗാസായിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നോട് അദ്ദേഹം പറഞ്ഞു, സച്ച നമ്മളിങ്ങനെ ഓരോരുത്തരെ അന്തിക്രിസ്തുവാക്കി കാണിച്ച് ഈ ജനങ്ങളെ എല്ലാം ആവേശഭരിതരാക്കുന്നുണ്ട്. പക്ഷേ അവരെ കർത്താവിങ്കലേക്ക് നയിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയം എന്ന് അദ്ദേഹം പറയുണ്ടായി. AD 2000 നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം, 2000 കർത്താവ് വരുമെന്നായിരുന്നു പലരുടെയും ചിന്തയും പ്രസംഗമൊക്കെ. അന്ന് ഗുഡ് ന്യൂസുകാർ അതിനെക്കുറിച്ച് ഒരു ഫുൾ പേജ് പലരുടെ ആർട്ടിക്കിൾസ് എല്ലാം ഇട്ടു. അന്തിക്രിസ്തു ആരാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. എന്നോടും പറഞ്ഞു അതിനെക്കുറിച്ചൊന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുതിയ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ തന്നെ എനിക്ക് അന്തിക്രിസ്തുവിലല്ല പ്രത്യാശ, എൻ്റെ പ്രത്യാശ ക്രിസ്തുവിലാണ്. അന്തിക്രിസ്തു ആരായിരിക്കുമെന്ന് അറിയാനല്ല ഞാൻ എൻ്റെ സമയം മുഴുവൻ മെനക്കെടുത്തുന്നത്. പ്രത്യുത ക്രിസ്തുവിൻ്റെ വരവാണ് എൻ്റെ പ്രത്യാശ. ഇത് പറയുമ്പോഴും 1980കളിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി പുസ്തകങ്ങൾ, ജോൺ എഫ് വാൽവുഡിൻ്റെ പുസ്തകങ്ങൾ, ജെറി ഫോൾസിൻ്റെ പുസ്തകങ്ങൾ ഒക്കെ കാണാതെ പഠിച്ച് അന്നൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണല്ലോ, അല്ലാതെ വേറെ ഡിജിറ്റലൊന്നും ഇല്ലല്ലോ. ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കോളേജിലൊക്കെ പോയി. എന്താണ് അത് പലപ്പോഴും സംഭവിച്ചത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും, വരവ് പോലും അല്ല പഠിപ്പിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കും അർമഗദ്ദോൻ യുദ്ധത്തിൽ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ അത് നിർത്ത്, എൻ്റെ വരവിന് ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് പറഞ്ഞ ഈ ജനങ്ങളുടെ തല മുഴുവൻ കയറ്റുന്നതിന് പകരം എൻ്റെ വരവിനു വേണ്ടി എങ്ങനെ വിശുദ്ധിയോടെ ജനങ്ങളെ നിലനിർത്തണം എന്നുള്ളത് നീ ഒരുക്കുക, ജനങ്ങളെ ആത്മീയമായി ഒരുക്കുക. കർത്താവിൻ്റെ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുക. ഇത് ഏർലി 80s കർത്താവ് എന്നോട് സംസാരിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായോഗിക ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. പ്രായോഗികമായി ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണം. മറ്റൊന്നും പഠിക്കണ്ടെന്നൊന്നുമല്ല, ഞാനതിനെല്ലാം കൂടെ കുറ്റം പറഞ്ഞെന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം. പക്ഷേ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പലപ്പോഴും ഇല്ലാതെ പോകുന്നു. മറ്റേതൊക്കെ പറഞ്ഞോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എങ്ങനെ ഒരുങ്ങണം? കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതിനുള്ള റീസൺസ് എല്ലാം കണ്ടുപിടിക്കാനല്ല. 1984 അമേരിക്കയിൽ ഒരു പുസ്തകം ഇറങ്ങി, ഞാനതിനെക്കുറിച്ച് അന്ന് വായിച്ചതാണ്. 84 കർത്താവ് വരുമെന്നാണ് ആ എഴുത്തുകാരൻ പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ 84 റീസൺസ് വൈ ജീസസ് ഷുഡ് കം ഇൻ 1984. 1984 കർത്താവ് വരുവാനുള്ള 84 കാരണങ്ങൾ. എൻ്റെ ദൈവമേ, മില്യൺസ് ഓഫ് കോപ്പീസ് അത് വിറ്റത്. ദശലക്ഷക്കണക്കിന് കോപ്പി, ലക്ഷം കോപ്പിയൊന്നുമല്ല, ദശലക്ഷക്കണക്കിന് കോപ്പികൾ ആ പുസ്തകം വിറ്റു. അയാൾക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് കിട്ടുകയും ചെയ്തു. അയാൾ കാശുകാരനായി, എഴുത്തുകാരൻ. പക്ഷേ 84 കർത്താവ് വന്നില്ല. ഈ പുള്ളിക്കാരൻ മിടുക്കനായിരുന്നു കേട്ടോ. പുള്ളി എന്നായിരുന്നറിയാമോ? വേറൊരു പുസ്തകം എഴുതി, വൈ ജീസസ് ഡിഡ് നോട്ട് കം ഇൻ 1984. 1984 എന്തുകൊണ്ട് കർത്താവ് വന്നില്ല, അതും വിറ്റു ലക്ഷക്കണക്കിന് കോപ്പികൾ. കാര്യം മനുഷ്യൻ്റെ ആവേശമാണ് ഇതൊക്കെ അറിയാനുള്ള, കർത്താവ് വരുന്നതിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണ്?
വേദപുസ്തകം പഠിപ്പിക്കുന്നത് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. ഡേറ്റ് കണ്ടുപിടിച്ച് നോക്കിയിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ഡേറ്റ് നോക്കി കണ്ടുപിടിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നവരൊക്കെ പരാജയപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ്, അതിന് മുമ്പ് അവർ മില്ലറിസം എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അതായത് മില്ലർ എന്ന് പറയുന്ന ഒരാൾ കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് അന്ന് കർത്താവ് വന്നില്ല. വരാഞ്ഞപ്പോൾ അതിന് ശേഷം പിന്നീട് ഈ സെവൻത് ഡേക്കാരുടെ ലീഡറായ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ അത് എന്താ സംഭവിച്ചത്, ഇനി ആകാശത്ത് വന്നതേ ഉള്ളൂ, ഇനി താഴോട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കളിപ്പിച്ച് അതിൽ നിന്നാണ് സെവൻത് ഡേ അഡ്വൻറ്റിസം ഉണ്ടാകുന്നത്. അഡ്വൻറ്റിസ്റ്റ് എന്നാണല്ലോ അവിടെ പറയുന്നത്. അഡ്വൻറ്റിസം സെവൻത് ഡേ മാത്രമല്ല, അഡ്വൻറ്റിസം കർത്താവ് വരുന്നതിൻ്റെ ഡേറ്റ് കണ്ടുപിടിച്ച പാർട്ടികളാണ്. പക്ഷെ അത് വല്ലതും നടന്നോ? ഇല്ല. അതുകൊണ്ട് ഒരു ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരു സഭയോടെ ഉണ്ടായി, അത്രയേ ഉണ്ടായുള്ളൂ. യു സി, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എപ്പോൾ കർത്താവ് വരാനും ഇന്ന് ഇവിടെ ഇപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം. നമുക്കറിയില്ല. നമുക്ക് ഈ ബൈബിൾ ക്ലാസ് തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാര്യം അതിനു മുമ്പ് ചിലപ്പോൾ കർത്താവ് വന്നെന്നിരിക്കും, ചിലപ്പോൾ താമസിച്ചെന്നിരിക്കും. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്നുള്ളതാണ്. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. ഡേറ്റ് പറഞ്ഞായിരുന്നെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒരുങ്ങായിരുന്നു. പക്ഷേ അങ്ങനെ ഡേറ്റ് കർത്താവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എൻ്റെ ചിന്ത, കർത്താവ് വന്നാലും പിന്നെ സഭായമൊക്കെ നടക്കുമായിരിക്കും, കൺവെൻഷനും സഭായമോ ഒക്കെ നടക്കുമായിരിക്കും. കാര്യം വന്നെന്നുള്ളത് പോലും പലരും അറിയത്തില്ല. അതിനെക്കുറിച്ചൊരു ബോധ്യവും മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ പോകാതിരിക്കരുത്. കർത്താവ് വന്നാൽ നമ്മളെല്ലാവരും പോകണം. എനിക്കറിയാം നിങ്ങളുടെ ആത്മീയതയെ ഞാൻ ചോദ്യം ചെയ്യല്ല. പക്ഷേ ആ ഒരു ഒരുക്കം, ഇന്ന് എൻ്റെ കർത്താവ് വന്നാൽ എനിക്ക് കർത്താവിനോടുകൂടി എടുക്കപ്പെടണം. ഡേറ്റ് കണ്ടുപിടിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ എല്ലാവരും അങ്ങ് എടുക്കപ്പെടത്തില്ല. അങ്ങനെ ഒരു ചിന്ത ആൾക്കാർക്കുണ്ട്, നമ്മുടെ സഭ ഒന്നാകെ അങ്ങ് എടുക്കപ്പെടുമെന്ന്. അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം വിളിക്കപ്പെടുന്ന എല്ലാവരും അങ്ങ് എടുക്കപ്പെടുമെന്ന് അങ്ങനെ പഠിപ്പിക്കുന്നവരുമുണ്ട്. ഒരാൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടതാ, യേശുവേന്ന് നീ ഒന്ന് വിളിച്ചാൽ മതി, നീ അവിടെയാ. അങ്ങനെയൊന്നും അല്ല പ്രിയമുള്ളവരെ. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. അതുകൊണ്ടാണ് ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഇന്ന് അവൻ്റെ വരവിന് വേണ്ടി എങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരുങ്ങണം, അങ്ങനെ ഒരുങ്ങിയിരിക്കണം. എല്ലാവരും അങ്ങ് പോകുമെന്നുള്ള ചിന്ത ശരിയായ ഒരു ചിന്തയല്ല. ഈ മത്തായിയുടെ സുവിശേഷം തന്നെ 24-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരുമിച്ച് നടക്കുകയാണ്. കൂട്ടത്തിൽ പോകാമെന്ന് ആരും ചിന്തിക്കരുത്. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇയാൾ പോകും, പിന്നെ എനിക്കുള്ളൊരു പ്രതീക്ഷ അങ്ങയുടെ കാലയിലോ വല്ലതും കയറി കെട്ടിപ്പിടിച്ച് ഞാനും കൂടെ അങ്ങ് പോകുമെന്നുള്ള പ്രതീക്ഷ. അങ്ങനെയൊന്നും ആർക്കും പോകാൻ പറ്റത്തില്ല. കർത്താവ് വരുമ്പോൾ പോകുന്നവൻ്റെ കാലയെ കെട്ടിപ്പിടിച്ച് ഞാന്ന് പോകാനൊന്നും ആർക്കും പറ്റത്തില്ല. അവിടെ പറയുന്നത് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. നമുക്കറിയില്ല എപ്പോഴാണ് വരുന്നതെന്ന്. അതുകൊണ്ട് എപ്പോഴും അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഒരുങ്ങിയിരിക്കുക, എപ്പോഴും അവൻ്റെ വരവിന് വേണ്ടി
ഒരുങ്ങിയിരിക്കുക. കാരണം എന്നറിയാമോ, ഇവിടെ ഈ 24-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞതായ ആ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പുത്രനും അറിയുന്നില്ലെന്ന് പറയുന്നത് യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്തെ കാര്യമാണ്. ഇന്ന് അറിയത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്ന് യേശുവിനറിയാം എന്നാ വരുന്നതെന്നുള്ളത്. പക്ഷെ അന്ന് ദൈവത്വത്തെ ഉരിഞ്ഞു വെച്ച് ഭൂമിയിലേക്ക് വന്ന് ജീവിക്കുമ്പോൾ രണ്ടാമത്തെ വരവിൻ്റെ ഡേറ്റൊന്നും കർത്താവ് അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്ന, അല്ലാതെ കർത്താവിന് ഇന്നറിയത്തില്ലെന്നുള്ള അർത്ഥം അതിനകത്ത് ഇല്ല. എന്നാൽ ആ കാലഘട്ടം നമുക്ക് തിരിച്ചറിയണം. അതായത് ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട, എന്നാലും നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ വരവ് ഏകദേശം അടുത്തിരിക്കുന്നു എന്ന് അറിയാൻ, അതറിയണം കേട്ടോ. കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഇപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പറയുന്നത്, അന്ന് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ മുതൽ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകുന്നു. അതായത് ജലപ്രളയം വരുന്നു എന്നുള്ളത് നോഹ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടെല്ലാം പ്രസംഗിച്ചതാ, ഇല്ലേ? 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നോഹയെക്കുറിച്ച് പറയുന്ന ഒരു വിശേഷണ പദമുണ്ട്. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. നീതിപ്രസംഗിയായ നോഹ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് കർത്താവ് ശരിക്കും പെട്ടകം പണിയേണ്ട കാര്യങ്ങളൊക്കെ, നോഹയെ ഫലമേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു, വല്ലാത്ത കാലഘട്ടം. അന്നത്തെ പ്രത്യേകതകളൊക്കെ അവിടെ പറയുന്നത് നമ്മൾ വിശദമായിട്ട് പല മെസ്സേജസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാലയളവിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവമക്കൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ലാതെ ദൂതന്മാരെന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഭാരതീയ മതപശ്ചാത്തലത്തിൽ ദൂതന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവർക്ക് പിള്ളേരുണ്ടാകുന്നതൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകം അത് പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകത്തിൽ ദൂതന്മാരെക്കുറിച്ച് പറയുന്നത്, കർത്താവ് തന്നെ പറയുന്നത്, അവർ മരിച്ചു കഴിയുമ്പോൾ ദൂതന്മാരെ പോലെയാകും. അവിടെ അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുകയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ദൂതന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. പിന്നെ ആരാണ് ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ? ദൂതന്മാരല്ലെങ്കിൽ അത് മറ്റാരുമല്ല, ദൈവമക്കൾ. ആദമിൻ്റെ വംശപരമ്പരയിൽ കയീൻ്റെ മക്കളുണ്ട്, ശേത്തിൻ്റെ മക്കളുണ്ട്. കയീൻ്റെ മക്കൾ ഏദന് പുറത്ത് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. അവർക്ക് വലിയ ദൈവബന്ധമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അവർ നോർമൽ ലൈഫ് നയിച്ച മനുഷ്യരാണ്, മനുഷ്യർ. എന്നാൽ ശേത്തിൻ്റെ പുത്രന്മാർ, ശേത്തിൻ്റെ മകൻ്റെ ഏനോശിൻ്റെ കാലയളവിൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. ആരാധിക്കുന്നവർ, വീണ്ടെടുക്കപ്പെട്ടവർ, അല്ലെങ്കിൽ വിടുവിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ദൈവ മക്കൾ. ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കൾ. കയീൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ സാധാരണ മനുഷ്യർ. അവർ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയില്ലായിരുന്നു. പക്ഷേ മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനും, അപ്പോൾ
ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ നോക്കിയപ്പോൾ മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്തൊക്കെ പെയിൻറ്റും ഒക്കെ അടിച്ച് നടക്കുകയായിരിക്കും, അപ്പോൾ ഇച്ചിരി സൗന്ദര്യം ഉണ്ടെന്നങ്ങ് തോന്നും. ദൈവമക്കൾ ഒരുമാതിരി മാനമര്യാദയ്ക്ക് നടക്കുമ്പോൾ ഇതിനെ കണ്ടാലൊരു വലിയ സൗന്ദര്യമില്ല. മറ്റേതാ കണ്ണേൽ ഇവിടം തൊട്ട് ഇവിടം വരെ ആ പുരികം, മുഖത്തൊക്കെ ഇവിടെയൊക്കെ ചുമന്നായിരിക്കുന്ന പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക. അതൊക്കെ കാണുമ്പം ഭയങ്കര സൗന്ദര്യമാണെന്ന് ചിന്തിക്കും. എന്നിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. ആദാമിന് ഒരു ഭാര്യയെ വേണ്ടിയിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആദാമിന് ഹവ്വയെ കൊടുത്തു. ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ ചെന്ന് അവർക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. ബോധിക്കാൻ കാര്യമല്ല, ആത്മീയമൊന്നുമല്ല, സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു, പുറമേ ഉള്ള കാഴ്ച കണ്ട് എടുത്തു. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലയോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. യു സീ, ഇത് കണ്ടപ്പോൾ, അതായത് ദൈവത്തിൻ്റെ മക്കൾ, ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ദൈവത്തെ ഒഴിവാക്കി അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ദൈവം പറയാണ്, എൻ്റെ ആത്മാവിന് ഇവരുടെ ഇടയിൽ വാദിക്കുവാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് അവരോട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, അവൻ ജഡം തന്നെയല്ലോ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഹീ ഈസ് ലിവിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്. അതാണ് അതിൻ്റെ കറക്റ്റ് പാരഫ്രൈസ്ഡ് മീനിങ്. അവൻ ഒരു ശരീരം മാത്രമുള്ളവനെ പോലെ ജീവിക്കുന്നു. നോഹയുടെ കാലയളവിലെ ജനങ്ങളുടെ പ്രത്യേകത, അവർ ഒരു ശരീരം മാത്രമുള്ളവരെ പോലെ ജീവിച്ചു എന്നുള്ളതാണ്. ഈസ് ലിവിങ് ആസ് ഇഫ് ഹി ഹാസ് ഓൺലി ഫ്ലഷ്. അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി സംസർഗമില്ലായിരുന്നു. യു സീ ദ ഡിഫറൻസ്. എന്നിട്ട് കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? നോഹയുടെ കാലം പോലെ ആകും. മനുഷ്യപുത്രൻ വരുന്ന കാലയളവ് നോഹയുടെ കാലം പോലെ. നോഹയുടെ കാലയളവിൻ്റെ പ്രത്യേകത എന്താ? നോഹയുടെ കാലയളവിൻ്റെ പ്രത്യേകത, അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. അവർക്ക് ആത്മീയതയില്ല, ഒരാത്മാവ് ഉണ്ടെന്നുള്ള ചിന്ത അവർക്കില്ല. സ്പിരിച്വാലിറ്റി അവർക്കൊരു വിഷയമല്ല. അവർ ജീവിക്കുന്നത് ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ് അവർ ജീവിക്കുന്നത്. ശരീരത്തിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, തിന്നണം, കുടിക്കണം, വിവാഹം കഴിക്കണം, വിവാഹത്തിന് കൊടുക്കണം. തിന്നുന്നതും കുടിക്കുന്നതും തെറ്റാണെന്നല്ല ഇവിടെ പറയുന്നത്. വിവാഹത്തിന് കൊടുക്കുന്നതും വിവാഹം കഴിക്കുന്നതും തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോർമൽ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവൻ്റെ ജഡത്തിലാണ്. അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി സംസർഗമില്ല. സി, ദാറ്റ് ഈസ് ദ സ്പെഷ്യൽ പ്രോബ്ലം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്താ പ്രിയമുള്ളവരെ? ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇതാണ്. മനുഷ്യൻ അവനൊരു ആത്മാവുണ്ടെന്നുള്ളത് മറന്നു പോകുന്നു. ശരിയല്ല ഞാൻ പറയുന്നത്? ഇന്നിപ്പം മനുഷ്യൻ ജീവിക്കുന്ന എന്തിനാ? അവൻ്റെ ശരീരത്തിന് വേണ്ടി, അവൻ്റെ ജഡത്തിന് വേണ്ടി. അവന് കഴിക്കണം, തിന്നണം, കുടിക്കണം, പഠിക്കണം, ജോലി ചെയ്യണം. ജോലി ചെയ്യുന്ന എന്തിനാ? കാശിന് വേണ്ടി. സമ്പത്ത് വേണം, വിവാഹം കഴിക്കണം, വിവാഹത്തിന് കൊടുക്കണം. ദൈവമില്ല അവൻ്റെ അടുത്ത്. ഹി ഡസൻറ്റ് ഹാവ് ഗോഡ്. അവന് ദൈവമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ സമീപിക്കും തോറും ഉണ്ടാകുന്ന കാര്യം എന്താണെന്നറിയാമോ? അന്ത്യകാലത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പല ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്ന്, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും, പിന്നെ താഴോട്ട് പറയുന്നുണ്ട് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, ഇങ്ങനെ താഴോട്ടെല്ലാം പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഓരോ ദിവസം നോക്കിയാലും ഇതല്ലേ സംഭവിക്കുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളത് ദൈവവചനം പറയുന്നതിന് അതുപോലെ ഇന്ന് നടക്കുകയാണ്.
ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ മനുഷ്യൻ ജീവിക്കുന്നു. ഈസ് ലിവിങ് ആസ് ഇഫ് ഹി ഹാസ് ഓൺലി ഫ്ലഷ്. ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? കർത്താവിൻ്റെ വരവ് സമീപസ്ഥമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് സമീപസ്ഥമായിരിക്കുന്നു. മനുഷ്യൻ അങ്ങനെ ജീവിച്ചെന്ന് മാത്രമല്ല, ഇവിടെ ആ കാലയളവിൽ ജീവിച്ച നോഹയ്ക്ക്, നമ്മൾ 8-ാം വാക്യത്തിൽ കാണുന്നത്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലും ഒരു ജഡം മാത്രമേ ഉള്ളൂ എന്നതുപോലെ മനുഷ്യരെല്ലാവരും ജീവിക്കുമ്പോഴും, അല്ല, എനിക്ക് ദൈവമുണ്ട്, എനിക്കൊരാത്മാവുണ്ട് എന്ന് പറഞ്ഞ ആത്മാവാകുന്ന ദൈവവുമായി സംവാദിക്കുന്നതായ ഒരു നോഹയുമുണ്ട്. ഏത് കാലയളവിലും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ ഉണ്ടാവും. അത് നമ്മൾ മറക്കരുത്. അവിടെ എഴുതിയിരിക്കുന്നത് നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. He walked with God. മനുഷ്യരൊക്കെ എങ്ങനെങ്കിലും പോട്ടെ, അവർ ഒരു ജഡം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ജീവിക്കട്ടെ. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് സങ്കടമുണ്ട്. ഈ കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകുകയാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോന്ന് കാണിക്കുമ്പോൾ, കൊലപാതകം, ഇന്ന് കൊലപാതകമൊന്നും ഒരു വിഷയമല്ലാതെ വന്നിരിക്കുക. അതിനെക്കുറിച്ച് പോലീസ് ഞാൻ കൊന്നു, അതിനല്ല, അല്ലാതെ ഒരു മനസ്താപവുമില്ലാതെ ജീവിക്കുന്ന മയക്കുമരുന്നിന് അടിമകളായ അങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോൾ, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അതിനിടയിലും ആത്മീകരായ പിള്ളേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റേ തലമുറയാണ് വളർന്നു വരുന്നത്. അങ്ങനെ ഒരു കാലയളവിലും നോഹയെപ്പോലെ ദൈവത്തോടു കൂടെ നടക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി പേരൊന്നുമില്ല, നോഹ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നോഹയും നോഹയുടെ കുടുംബവും. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും ദൈവനിഷേധികളായാലും നമ്മൾ ദൈവത്തോടു കൂടെ നടക്കണം. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ വരവ് നോഹയുടെ കാലം പോലെ ആകും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നതായ ഒരു സാഹചര്യം. നോഹയോട് ദൈവം പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി പ്രസംഗിക്കാൻ നോഹയോട് ഒരു കൽപ്പന കൊടുക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നില്ല. എന്നാൽ നമ്മൾ വായിച്ചല്ലോ 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, നീതിപ്രസംഗിയായ നോഹ ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ പെട്ടകത്തിൽ ഞാൻ നീതിമാന്മാരെ കയറ്റും, അവരെ ഞാൻ സൂക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ നോഹ ഒരു നീതി പ്രസംഗിയാവുകയാണ്. പോയി അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും അടുത്ത് പോയി പറയാൻ തുടങ്ങി, ജലപ്രളയം വരുന്നു, രക്ഷപ്പെടണമോ, ദൈവത്തിങ്കിലേക്ക് തിരിയുക, പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ആരും കേട്ടില്ല. ദൈവവചനം കേൾക്കുന്നതിന് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു താല്പര്യമില്ലാതെ വന്നിരിക്കുകയല്ലേ. ബാക്കി എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്. അതൊക്കെ ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടെക്നോളജി വളർന്നത് കൊണ്ട് അത് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കണം. ടെക്നോളജിയുടെ വളർച്ച കൊണ്ടാണ് നമ്മുടെ ഈ പ്രസംഗം എല്ലായിടത്തും എത്തുന്നത്. അത് നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ നമ്മളല്ല ഇന്ന് ടെക്നോളജിയുടെ വളർച്ച ഉപയോഗിക്കുന്നത് സാത്താനാ. മനുഷ്യനെ നശിപ്പിക്കുന്ന നിലയിലേക്കുള്ള വളർച്ച. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതാണ്. അവിടെ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. 44-ാമത്തെ വാക്യത്തിൽ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്ന് കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് വരുന്ന ഡേറ്റ് കണ്ടുപിടിക്കാൻ ആരും പരിശ്രമിക്കേണ്ട. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. പക്ഷേ മനുഷ്യപുത്രൻ്റെ വരവ് ഒരു യാഥാർത്ഥ്യമാണ്. അതിനി താമസിക്കത്തുമില്ല.
അതിനുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഡേറ്റൊന്നും നമ്മൾ കണ്ടുപിടിക്കണ്ട. പക്ഷെ ഇന്ന് വന്നാലും അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഡേറ്റ് കണ്ടുപിടിക്കേണ്ടെന്നാണ് കർത്താവും പറയുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ സംസാരിക്കുന്ന വേദഭാഗം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, കർത്താവും അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ് കണ്ടുപിടിക്കാനൊന്നും നോക്കണ്ട. പക്ഷേ കർത്താവ് വരും. നിങ്ങൾ ഡേറ്റ് കണ്ടുപിടിക്കണ്ട, അത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് അത് തീർച്ചയായും ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. നമുക്ക് സമയം അറിയുകയില്ല എന്നുള്ളത് ശരിയാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ്റെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് 100% സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതിന് യാതൊരു സംശയമില്ല. അവൻ പോയതുപോലെ മടങ്ങി വരും. എന്നാണെന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ഡേറ്റ് നിങ്ങൾ അറിയേണ്ടെന്നാണ് പറഞ്ഞത്. ആ കാലവും സമയവും സംബന്ധിച്ച് അറിയുക എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല. പക്ഷെ അവൻ വരും. നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയല്ലേ. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു, അവിടെ എഴുതിയിരിക്കുന്നത്, ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അവൻ കയറിപ്പോയി. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അത് ഉറപ്പായ കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉറപ്പായ കാര്യമാണ്. സമയമറിയില്ല, പക്ഷേ അതിനി അധികം താമസമില്ല. കാരണം ഇനി താമസിച്ച, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ഇതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തപ്പോഴും പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇന്നിപ്പോൾ നമ്മൾ, കർത്താവേ നീ വേഗം വരണമേ, ഇമ്മീഡിയറ്റ്. അതെ, അവൻ്റെ വരവ് ഇമ്മീഡിയറ്റാണ്, ഇനി താമസിക്കയില്ല. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുകയില്ല, അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആണെന്ന് തന്നെയല്ല, അത് ഇന്നെവിറ്റബിളുമാണ്. ഇനി കർത്താവ് വരാതെ നമുക്ക് എന്തോ പ്രത്യാശയുള്ളത്? എനിക്കൊരു പ്രത്യാശയില്ല. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പണ്ടൊക്കെ മനുഷ്യൻ ചിന്തിച്ചത് സയൻസ് വളരുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ്, ഇല്ലേ? ഞാൻ ഒരിക്കലൊരു മറാഠി ബിസിനസ്സുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാണ് റിലീജിയൻ്റെ പുറകെ നടക്കുന്നത്? എടാ, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം തന്നത് സയൻസാണ്. അതുകൊണ്ട് സയൻസാണ് നമുക്ക് ആത്യന്തികമായി ആവശ്യമുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സയൻസ് നമുക്ക് ആവശ്യമുള്ളത് തന്നെയല്ല തന്നത്. സയൻസ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. E=mc² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സാണ്, സയൻസാണ്. അതുകൊണ്ട് ആറ്റം വിഭജിച്ചാൽ എനർജി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നതെല്ലാം. അപ്പോൾ ആറ്റത്തെ വിഭജിക്കാമെന്ന് വരെ കണ്ടുപിടിച്ചു. പക്ഷെ ആറ്റത്തെ വിഭജിച്ച് പവർ ജനറേറ്റ് ചെയ്താൽ ആ പവർ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനാണ്. ആറ്റത്തെ വിഭജിച്ച് പവർ ജനറേറ്റ് ചെയ്താൽ അതുകൊണ്ട് വേണമെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കാം. ആറ്റം റിയാക്ടർ ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യമുള്ള പവർ കിട്ടും. പക്ഷേ ആറ്റം ബോംബ് ഉണ്ടാക്കിയാൽ മനുഷ്യനെ കൊല്ലും. അത് തീരുമാനിക്കുന്നത് സയൻസ് അല്ല. സയൻസ് എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത്? സയൻസ് കുറച്ച് നോളജ് നമുക്ക് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ.
എന്ന് തന്നെയല്ല, ഈ സയൻസ് തന്ന നോളജ് കൊണ്ട് നമുക്ക് എന്തോ പ്രത്യാശ എന്നുള്ളത്, ഉള്ള പ്രത്യാശ നഷ്ടപ്പെട്ടതല്ല ഉള്ളൂ. സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഏറ്റവും പുതിയ മയക്കുമരുന്നുകൾ കണ്ടുപിടിക്കുന്നു, ദേഹത്ത് ഒട്ടിച്ചു വെച്ചുകൊണ്ട് പോകുന്നു, നഖത്തെ വെച്ച് പല്ലേലൊന്ന് കടിച്ചാൽ മതി. പണ്ടൊക്കെ കഞ്ചാവ് വലിക്കണമെങ്കിൽ എന്ത് പാടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട. സയൻസ് വളരുമ്പോൾ നമുക്കിപ്പോൾ പേടി അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സയൻറ്റിഫിക്കായിട്ട് മനുഷ്യനെ കൊല്ലാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സയൻസാണ് എനിക്ക് പിച്ചാത്തി തന്നത്, സയൻസാണ് തോക്ക് തന്നത്. സയൻസ് വളർന്നുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുത്തനെ കൊല്ലണമെങ്കിൽ പിച്ചാത്തി കൊണ്ട് കൊല്ലണോ, അതോ തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലണോ, അതോ ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി കൊല്ലണോ, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കൊല്ലുമെന്നുള്ളത് അത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ട് പിന്നെ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് എല്ലാം മനുഷ്യനെ അങ്ങ് നന്മയിലേക്കല്ല കൊണ്ടുപോകുന്നത്. ഇന്ന് സയൻസിൻ്റെ കാര്യത്തിലും മനുഷ്യന് പേടിയാണല്ലോ. പണ്ട് നമ്മൾ പറഞ്ഞു രാഷ്ട്രീയം വളർന്നു കഴിഞ്ഞാൽ എല്ലാം നേരെയാകുമെന്ന്. ഇപ്പം ഏത് രാഷ്ട്രീയത്തിലുണ്ട് മനുഷ്യന് പ്രത്യാശയുള്ളത്? ടെക്നോളജിയിൽ മനുഷ്യന് പ്രത്യാശയില്ല. AI വന്നപ്പം എന്തുവാ പേടിയായിപ്പോൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞപ്പോഴും മനുഷ്യന് പേടിയാണ്. ഇനിയിപ്പോൾ കർത്താവ് വരിക അല്ലാതെ ഒരു മാർഗവുമില്ല. ആകെ പ്രത്യാശയുള്ളത് കർത്താവിൻ്റെ വരവില്ല. എനിക്കത്രയേ ഉള്ളൂ, എനിക്ക് വേറെ പ്രത്യാശയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. അവൻ്റെ വരവ് സമീപസ്ഥമാണ് തന്നെയല്ല, അവൻ്റെ വരവിലല്ലാതെ എനിക്കൊരു പ്രത്യാശയില്ല. എന്തോ പ്രത്യാശയാണ് നമുക്കുള്ളത്? യാതൊരു പ്രത്യാശയില്ല. ഇനി ഈ ലോകം രാഷ്ട്രീയം നന്നാക്കുമെന്നുള്ള പ്രത്യാശയൊക്കെ പോയി. ഒരിക്കൽ ഞാനും ചിന്തിച്ചു, ഇന്ന രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാൽ, ഇന്നാര് വന്നു കഴിഞ്ഞാൽ, ഇന്നാര് പ്രധാനമന്ത്രി ആയാൽ ഒക്കെ ഇത് രക്ഷപ്പെടുമെന്ന്. ഇന്നിപ്പോൾ അതെല്ലാം മാറി. ആര് വന്നാലും പ്രത്യാശയില്ല, പ്രതീക്ഷയില്ല. രാഷ്ട്രീയത്തിൽ പ്രത്യാശയില്ല, സയൻസിൽ പ്രത്യാശയില്ല, ടെക്നോളജിയിൽ പ്രത്യാശയില്ല, ഒരു കാര്യത്തിലും പ്രത്യാശയില്ല. ഇത് നന്നാകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ആകെപ്പാടെ പ്രത്യാശയുള്ളത് ഇത് നന്നാക്കാൻ ഒരുത്തൻ വരണം, അതെൻ്റെ കർത്താവാണ്. ആ കർത്താവിൻ്റെ വരവിൽ മാത്രമേ എനിക്കിനി പ്രത്യാശയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്നത് മാത്രമല്ല, ഒരുങ്ങുകയും വേണം. പക്ഷേ ആ ഒരു പ്രത്യാശ ഉണ്ടെങ്കിലേ ഒരുക്കം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ പ്രത്യാശ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലയളവിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരുന്നു എല്ലാവരും, എല്ലാ വിശ്വാസികളും. രണ്ടുപേര് തമ്മിൽ കണ്ടാൽ ഉടനെ തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവ് വരും, എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. കർത്താവിൻ്റെ വരവിൽ മാത്രം പ്രത്യാശ വച്ചിരുന്നവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. പക്ഷേ ഇന്ന് വിശ്വാസികൾ തന്നെ കർത്താവിൻ്റെ വരവിൽ പ്രത്യാശ വയ്ക്കുന്നവർ എത്ര പേരുണ്ട്? ചിലർക്കാണ് ഇന്ന് കർത്താവ് വരണമെന്ന് വലിയ നിർബന്ധം പോലുമില്ല. പ്രത്യാശ പോയിട്ട് വരണമെന്ന് പോലും പ്രത്യാശയില്ല. വരുന്നെങ്കിൽ വന്നോട്ടെ. വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവിശ്വാസികളുടെ കാര്യമല്ല. വിശ്വാസികളെന്ന് പറയുന്നവർ പോലും പറയുന്നത് കർത്താവ് വരുമായിരിക്കുമെന്ന് ഒത്തിരി കാലമായിട്ട് പറയുന്നുണ്ട്, വരുന്നെന്നൊക്കെ. നമ്മളിതുവരെ വന്നില്ല, വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറയുന്നവരായ ആളുകൾ. വരുന്നെങ്കിൽ വന്നോട്ടെന്നങ്ങ് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി അവർ ഒരുങ്ങിയിട്ടൊന്നുമല്ല ഈ പറയുന്നത്. എന്നാൽ ഈ പ്രത്യാശയില്ലാത്ത അവസ്ഥ, പണ്ടത്തെ പാട്ടുകളെല്ലാം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും ഈ ലോകത്തോട് വേർപെട്ട്, അതൊരു സബ്ജക്റ്റാണ്. ലോകത്തോടുള്ള വേർപാട് നമുക്ക്, ലോകം മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്കുണ്ടാകുന്നത്. ഇന്നെന്താ പ്രത്യാശ, കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയില്ലാത്തത്? നമുക്കിവിടെ തന്നെ എല്ലാം ഉണ്ടെന്നുള്ളൊരു ചിന്ത. കർത്താവ് വന്നില്ലെങ്കിലും എനിക്കിവിടെ ജീവിക്കാനുള്ളതുണ്ട്, കർത്താവ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കുറേ കൂടെ സൗകര്യമായിട്ട് സുഖമായിട്ടൊക്കെ കഴിയാം. ഈ ലോകത്തിൽ പ്രത്യാശ വർദ്ധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വരവിലുള്ള പ്രത്യാശ ഇല്ലാതെയാകുന്നത്.
പണ്ട് കൊച്ചുകുഞ്ഞുദേശമൊക്കെ പാടിയപ്പോൾ പാടിയ പാട്ടുണ്ട്, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചെന്നാൽ മതി. കാര്യം അവരുടെ ഹൃദയം മുഴുവൻ താതൻ്റെ സന്നിധിയായിരുന്നു, കർത്താവിൻ്റെ വരവായിരുന്നു, ഉയരത്തിലുള്ളതായിരുന്നു. വേറെ പ്രത്യാശയോ പ്രതീക്ഷയോ ഒന്നുമില്ലായിരുന്നു. ഇല്ലായെന്ന് പറഞ്ഞാൽ അവർക്കത് വേണ്ട. മരണത്തെയൊക്കെ അവർ കണ്ടത് വളരെ, ഞാൻ കൊച്ചുകുഞ്ഞുശിയുടെ മരണത്തെക്കുറിച്ച് പെണ്ണമ്മ സന്യാസിനിയുമായിട്ട് സംസാരിക്കും. ഒരിക്കൽ എനിക്കങ്ങനെ അവരെ കാണാൻ ഒരു സന്ദർഭം ഉണ്ടായി ബാംഗ്ലൂരിൽ വെച്ച്. പെണ്ണമ്മ സന്യാസിനി കൊച്ചുകുഞ്ഞുദേശിയുടെ ശിഷ്യയായിരുന്നു. കൊച്ചുകുഞ്ഞുദേശി എൻ്റെ ഗ്രാൻഡ് അങ്കിളാണ്, പലർക്കും അതറിയാം. അപ്പം എന്നോട് പെണ്ണമ്മ സന്യാസിനി പറഞ്ഞു, മോനെ ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, കൊച്ചുകുഞ്ഞുദേശിയുടെ ഭാര്യ വീട്. അപ്പോൾ കൊച്ചുകുഞ്ഞുദേശി മരിച്ച കാര്യം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ ഒരു ചരിത്രം പറഞ്ഞതാണ്. അതായത് കോഴഞ്ചേരിയിലൊരു മീറ്റിങ്ങിന് പെണ്ണമ്മ സന്യാസിനി പ്രസംഗിക്കുകയാണ്. രാത്രി പ്രസംഗം കഴിഞ്ഞിട്ട് കോഴഞ്ചേരിയിൽ നിന്ന് നടന്ന് ഇളയാറൻ മുളയ്ക്ക് പോയി. കൊച്ചുകുഞ്ഞുദേശി സുഖമില്ലാതെ മരിക്കാറായി കിടക്കുകയാണെന്ന് അറിഞ്ഞു. വലിയ പ്രായമൊന്നുമായിട്ട് മരിച്ചതല്ല, വയ്യാതായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം പെണ്ണമ്മ സന്യാസിനി വന്ന് നോക്കിയപ്പം ഇങ്ങനെ ശ്വാസം വലിക്കുക. പെണ്ണമ്മ സന്യാസിനി ചില വെള്ളം തൊട്ട് ഈ ചെറിയിൽ വെച്ച് കൊടുത്തു. എന്നാൽ കൊച്ചുകുഞ്ഞുദേശി കണ്ണു തുറന്നു, പെണ്ണമ്മ സന്യാസിനിയെ കണ്ടു. അണ്ണ ചോദിച്ചു, പെണ്ണമ്മേ ഇപ്പോൾ സമയം എത്രയായി? അപ്പോൾ പറഞ്ഞു 10 മണി കഴിഞ്ഞത് ഉപദേശി. 10 മണി കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കത്തില്ലെന്നുള്ളത് പെണ്ണമ്മയ്ക്ക് അറിയത്തില്ലേ? അന്നേരവും മനുഷ്യൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ലൈഫാണ്. എന്നോട് പറഞ്ഞു, സാരമില്ല, നിങ്ങളെല്ലാവരും അടുത്തു വന്ന് കർത്തൃകാഹളം യുഗാന്ത്യ നാളിൽ കേൾക്കുമ്പോൾ എന്നുള്ള പാട്ട് പാടും. അപ്പോൾ അവരെല്ലാവരും കൂടെ അടുത്ത് വന്നിരുന്ന ആ പാട്ട് പാടി. കൊച്ചുകുഞ്ഞുദേശിയും അതിനോട് ചേർന്ന് പാടി. എന്നിട്ട് അദ്ദേഹം കരങ്ങളെ ആകാശത്തിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കി പറഞ്ഞു, ഇതോ മരണം അല്ല, ഇത് നിത്യവിശ്രമം എന്ന് പറഞ്ഞു കണ്ണടച്ചു. ഇത് അദ്ദേഹത്തിന് മരണത്തെ പേടിയൊന്നുമില്ലായിരുന്നു, മരിക്കാൻ പേടിയില്ല, പ്രായമൊന്നും ആയില്ല, 50 വയസ്സ് താഴെ ഉള്ളൂ. പക്ഷേ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം, നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഞാനിത് വന്നപ്പോൾ പെട്ടെന്ന് ആ പ്രത്യാശയുടെ കാര്യം ഓർക്കുകയായിരുന്നു. ഉയരത്തിലേക്കുള്ള, അതുകൊണ്ട് അദ്ദേഹം പാടിയത് ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചേർന്നാൽ മതി എന്ന് പാടിയത്. ഇന്ന് നമ്മൾ പാടുന്നത്, ഈ പാട്ടും വേണമെങ്കിൽ പാടും, പക്ഷെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്നുണ്ട്, നമ്മൾ അറിയാതെ കൂട്ടുന്നുണ്ട്. ലോകം വേണം എനിക്കെല്ലാം വേണം, പിന്നെ പറ്റുകയാണെങ്കിൽ താതൻ്റെ സന്നിധി ചെല്ലുകയും വേണം. ലോകം വേണം എനിക്കെല്ലാം വേണം, പിന്നെ പറ്റിയ താതൻ്റെ സന്നിധി ചെല്ലുകയും വേണം. ഇതല്ലേ ഇന്നത്തെ നമ്മളെ പൊതുവേ ഉള്ള ആറ്റിറ്റ്യൂഡ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധിയെ ചെന്നാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുമ്പോഴാണ് എൻ്റെ കർത്താവിങ്ങ് വന്നാൽ മതി, വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിത്യതയിലല്ലേ, എൻ്റെ കർത്താവിൻ്റെ കൂടെയല്ലേ. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുമ്പോൾ ഭൗമിക മോഹങ്ങളിൽ നിന്ന് നമുക്ക് വലിയ വിടുതലുണ്ടാകും. പിന്നെ എനിക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നും ഒരു വിഷയമായിരിക്കത്തില്ല. ഞാൻ തിന്നത്തും കുടിക്കത്തും ഇല്ലെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഭക്ഷണം കഴിക്കും, എനിക്ക് താമസിക്കാൻ കർത്താവ് തന്ന ഭവനത്തിൽ ഞാൻ താമസിക്കും, അതിനൊന്നും കുറ്റം പറയുകയല്ല ഞാൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ ഇതൊന്നും കയറിയിട്ടില്ല. എൻ്റെ മനസ്സ് മുഴുവൻ നിത്യതയാണ്. നിത്യതയുടെ ദർശനത്തിൽ കഴിയുന്ന ഒരു വ്യക്തി, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, ലോകത്തിൻ്റെ മോഹങ്ങൾ എന്നെ സ്പർശിക്കുകയില്ല
ഈ ഭൗമിക മോഹങ്ങൾ ശരിക്കും ഒരു വഞ്ചനയാണ് പ്രിയമുള്ളവരെ. നമ്മളെ വഞ്ചിക്കുന്നതാണ് ഇന്ന് പറ്റിയിരിക്കുന്ന. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആളുകൾക്ക് പ്രത്യാശയില്ലാത്തത്? കാരണം അവർ ഭൗമിക മോഹത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. തീമോത്തിയോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1 തീമോത്തിയോസ് 6-ാം അധ്യായത്തിൽ നമ്മൾ അത് മൊത്തം കാണുന്നത് മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 1 തീമോത്തിയോസ് 6-ാം അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പീൻ എന്ന് വിചാരിക്കാം. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടപെടുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനനായി തീരുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. ഈ വേദഭാഗമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാനും കുടിക്കാനും ഒക്കെ കർത്താവ് തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ പോരെ. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ. നമുക്ക് ഉണ്മാനും ഉടുപ്പാനും മാത്രമല്ല, കിടക്കാനും നടക്കാനും എല്ലാത്തിനും ഉള്ളത് കർത്താവ് തന്നിട്ടുണ്ടല്ലോ. മോഹങ്ങൾക്ക് അധീനരാകരുത്. നമുക്ക് ദൈവം തന്നത് ഉപയോഗിക്കുന്നതിനകത്ത് ഞാൻ തെറ്റു പറയുകയല്ല, സ്തോത്രത്തോടുകൂടെ നമ്മളത് ഉപയോഗിക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മോഹങ്ങൾക്ക് അധീനരാകരുത്. ഇതുപോരാ, അത് പോകണം, അങ്ങനെ വേണം, മോഹങ്ങൾക്ക് അധീനരാകുക. എന്തുകൊണ്ടാണ് മോഹങ്ങൾക്ക് അധീനരാകുന്നത്? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രത്യാശയൊന്നുമില്ല. അതിനുശേഷം സ്വർഗത്തിൽ നമുക്കെന്ത് ലഭിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തയൊന്നുമില്ല. സ്വർഗം സ്വപ്നം കണ്ടൊന്നുമല്ല, നിത്യതയുടെ ദർശനത്തിലല്ല പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രശ്നം. ഈ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭൗമിക മോഹങ്ങൾ. ഭൗമിക മോഹങ്ങൾ, ഈ ഭൗമിക മോഹങ്ങളാണ് ഇന്ന് പലരും പ്രസംഗിക്കുന്നത് പോലും. ഭൗമികമായ കാര്യങ്ങൾ മാത്രം. നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല, നിത്യതയെക്കുറിച്ചുള്ള പാട്ടുകൾ നമ്മൾ പാടുന്നില്ല. പണ്ട് ദൈവദാസന്മാർ പാടിയ പാട്ടുകളൊന്നും നമ്മൾ ഇന്ന് കാണുന്നില്ല. അതാണ് നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ പാട്ടുകൾ മാറിപ്പോയി, നമ്മുടെ മോഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വരണമെന്ന് വലിയ നിർബന്ധമില്ലാത്തതുപോലെ. അതെന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ സുഖിച്ചങ്ങ് ജീവിച്ചാൽ മതി, പിന്നെ പറ്റുകയാണെങ്കിൽ സ്വർഗത്തിലും പോകണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുണ്ടാകരുത്. അതാണ് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് ഒന്നാമതൊന്ന് വന്നു, അതാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമുണ്ട്. ഈ ഒന്നാമത്തെ വരവ് എന്തിനു വേണ്ടിയാണ്, രണ്ടാമത്തെ വരവ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ആലോചിക്കാം.